അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് എന്നത് പ്രധാനമാണ്. അത് ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് വിയോജിപ്പുകൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ബന്ദികളെ അടക്കം കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനുപാതം എന്നതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അടുത്ത കരാറിലേക്ക് പോകുമ്പോൾ അതിൽ ഹമാസാണ് വിമുഖത കാണിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധസമയത്ത് യുദ്ധം ആരംഭിച്ചപ്പോഴും പറയുന്ന ഒന്നാണ്, അപ്രതീക്ഷിതമായി നടത്തിയ ഹമാസിന്റെ ആക്രമണം ആണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത് എന്ന്. അതുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഒരു സമാധാന കരാറുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ ഇസ്രായേൽ എന്ന രാജ്യം കഴിയുന്നത്ര കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, ആക്രമണം അവസാനിപ്പിക്കുന്നുണ്ട്. അവരാണ് ആയുധശേഷിയിലടക്കം മുന്നിൽ എന്ന് നമുക്കറിയാം. പക്ഷേ അതിനോട് വിമുഖത കാണിക്കുന്ന ഹമാസ് ഈ ആക്രമണത്തെ ചോദിച്ചു വാങ്ങി എന്ന നിരീക്ഷണം ശക്തമാകുന്നില്ലേ? അതിനെ ആ രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റില്ല. കാരണം 2025 ജാനുവരി 19 വെടിനിർത്തൽ കരാർ വന്നത്. ഇതിന്റെ പിന്നിൽ വളരെ നമ്മൾ നിരീക്ഷിച്ചാൽ സാമ്രാജ്യത്വ ശക്തികളുടെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ഇടപെടൽ ഇതിന്റെ പിന്നിലുണ്ട്. ഈ 47 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ രൂപം കൊള്ളുമ്പോൾ തന്നെ ബ്രിട്ടൻ ഇന്ത്യയിൽ ചെയ്തതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ സിസ്റ്റം കൊണ്ടുവന്നിരുന്നു. ഒരു അറബ് രാജ്യവും ഒരു ജൂതരാജ്യവും എന്ന് പറഞ്ഞ് 47 തന്നെ വിഭജിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ 48 രൂപം കൊള്ളുന്നത്. ഈ പാലസ്തീൻ വന്നത് തന്നെ നമുക്കറിയാം പിന്നീട് ഒരു ഉടമ്പടിക്ക് ശേഷം 1993 ഹമാസ് നിലവിൽ വരുന്ന അതിനുശേഷവുമാണ് 2007 നടന്നത്. അപ്പൊ അന്ന് മുതല് ഹമാസ് എന്ന് പറയുന്ന ശക്തി വെസ്റ്റ് ബാങ്കിലായിട്ട് എന്ന ഏരിയയിലേക്ക് PLO ഒതുങ്ങുകയും പ്രത്യേകം ഗാസയിലെ അധികാരം നേടുകയും ചെയ്തു. അവിടെ ശരിയാണ് ഷാപ്രസാദ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം, രണ്ടാം ലോകയുദ്ധം നടന്ന ഹോളോകാസ്റ്റിൽ 60 ലക്ഷം പേരാണ് ജൂതന്മാര് കൊല ചെയ്യപ്പെട്ടത്. അവര് ലോകത്തെല്ലാം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പിന്നിൽ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെയും അതുപോലെയുള്ള ചില സാമ്രാജ്യത്വ ശക്തികളുടെ കൈകൾ വളരെ കൂടുതലായിട്ടുണ്ട്. അവരുടെ ഒരു പിൻബലത്തോടുകൂടിയാണ് നടക്കുന്നത്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ ബന്ദികളെയൊക്കെ വിട്ടുകൊടുക്കണം, ഹമാസ് കീഴടങ്ങണം എന്നൊക്കെ രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നു. അതാണ് ഇപ്പൊ 2 ദിവസത്തിന് മുമ്പ് കണ്ട ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം. അപ്പം ഇവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനേക്കാൾ ഉപരി സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു ആവശ്യം കൂടിയാണ്. അത് അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ അതിലേക്ക് പോകുന്നു. അതിലൊക്കെ പ്രത്യേകതയുള്ളത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന വിദേശ നയങ്ങളും അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന ടാക്സ് സമ്പ്രദായം, റെസിപ്രോക്കൽ ടാക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെപ്പോലുള്ള ഇന്ത്യയെ പോലുള്ള എല്ലാ രാജ്യങ്ങളെയും അതിരൂക്ഷമായിട്ട് ബാധിക്കുന്നതാണ്. അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു വിദേശ നയമാണ്. ആ ഒരു വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങളിൽ എന്നും ഒരു ഭീഷണിയായിട്ട് ഇസ്രായേലിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഉയർത്തി നിർത്തിയിരിക്കുന്നത് അമേരിക്കയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തനതായ ശക്തിയൊന്നുമല്ല. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 95 ലക്ഷമാണ്. 1 കോടി പോലും ഇല്ല അവിടുത്തെ ജനങ്ങൾ. 95 ലക്ഷം ജനങ്ങളുള്ള ഒരു കൊച്ചു രാജ്യമാണ് അവിടെ. അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും കൊടുത്തു നിർത്തുന്നു. അവരുടെ നിലനിൽപ്പിനും എതിര് പറയുന്നില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ പണ്ടൊരിക്കൽ അവരുടെ നേതാവ് തന്നെ പറഞ്ഞാണ്, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല, ലോകത്താകെ ഒരു കൊച്ചു രാജ്യമാണ്, അവിടെ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ, മറ്റെങ്ങോട്ടും അവർക്ക് പോകാൻ പറ്റില്ല, ലോകത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞു വന്നത് ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യാക്രമണം അവർക്കാകാം. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അത് എല്ലാ ജീവജാലങ്ങളിലുള്ളതാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. പക്ഷെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ജനുവരി മാസം 19 ഒരു വെടിനിർത്തൽ കരാർ വരികയും ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ ഗാസയ്ക്കെതിരെ കടന്നുകയറ്റം നടത്തിയിരിക്കുകയാണ്. അത് അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഷാപ്രസാദ് പറഞ്ഞതുപോലെ പരിപൂർണമായിട്ട് ഗാസയിൽ നിന്നും ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക. ഗാസയിൽ നിന്നല്ല, അറബ് ലോകത്തും തന്നെ ഈ ഹമാസ് തീവ്രവാദികളെയും ഹൂതി തീവ്രവാദികളെയും ഒരുമിച്ച് ഉന്മൂലനം ചെയ്യുക. അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ്. ഈ പറഞ്ഞ പോലെ ബന്ദികളെ അവർ വിട്ടുകൊടുത്തായിരുന്നെങ്കിലും ഇത് തന്നെ തുടരുമായിരുന്നു. മറ്റൊരു കാര്യം കണ്ടുപിടിക്കും. കാര്യം ഇസ്രായേലിന്റെ ഇവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബന്ദികളെ മൊത്തത്തിൽ വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ പോലും യാതൊരു തർക്കവുമില്ല, ഇസ്രായേൽ ഈ നടപടി ആരംഭിക്കുമായിരുന്നു. ശരി, ഷാപ്രസാദ് പറഞ്ഞ 2011 ഷാലിദ് എന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരന് 1027 വരെ തിരിച്ചു വിട്ടുകൊടുത്തു. ഇപ്പോഴവിടെ ഹമാസിന്റെ ലീഡർ യഹിയ സിൽവർ എന്ന് പറയുന്ന ആള് അന്ന് വിട്ടുകൊടുത്ത തീവ്രവാദി കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഇസ്രായേല് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകത്തില്ല. അതിന്റെ പിന്നിൽ
യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ വെറും നോക്കുകുത്തിയാണ്. നമുക്കറിയാം അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു, ചൈനയുടെ തായ്വാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അധിനിവേശം. ഒന്നും ചെയ്യാൻ UNOയ്ക്ക് കഴിയുന്നില്ല. കാരണം UNOയ്ക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫണ്ട് ചെയ്യണം. ആ ഫണ്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ഒരു ആജ്ഞാനുപത്തിയായിട്ട് UN നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശമായിട്ട് ഇനിയും ഇങ്ങനെയുള്ള യുദ്ധമുണ്ടാവും, നിരപരാധികൾക്ക് നേരെ ഉണ്ടാവും. ഇവിടെ ഹമാസ് നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ തെറ്റ് ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ കാണിച്ചത് അങ്ങേയറ്റത്തെ ഒരു എന്തായാലും പറയട്ടെ, അങ്ങേയറ്റം ഒരു അധിനിവേശം തന്നെ. അവിടെയാണ് എന്റെ സംശയം. അതായത് ഒരു പക്ഷേ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ എന്തായിരുന്നു സാഹചര്യമെങ്കിൽ പോലും ഇതുണ്ടാകാമെന്ന് പറയുമ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതിനോട് മുഖം തിരിച്ചത് ഹമാസ് തന്നെയല്ലേ? ആണ്. ഹമാസ് മുഖം തിരിച്ചുവെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. അവര് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ അവിടെയുള്ള ആ ഏരിയയിലുള്ളത് ഹൂതി വിമതര് നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമാണ്. അതാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെയോ മറ്റ് രാജ്യങ്ങൾക്ക് നേരെയോ ആക്രമണമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ സീസ് ഫയറിനോട് അവർ വിമുഖത കാണിച്ചു. അതുപോലെ തന്നെ എഗ്രിമെന്റിൽ നിന്ന് അവർ തീർച്ചയായിട്ടും ഈ അത് പിടിക്കപ്പെട്ടവരെ വിട്ടുകൊടുക്കാനുള്ള വിമുഖത കാണിച്ചു. അത് ശരിയാണ്. പക്ഷേ ഏകപക്ഷീയമായിട്ടാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു ആക്രമണം. ഞാൻ താങ്കൾ